എ ടു ഇസഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ പേപ്പർ ട്യൂബിനകത്ത് ഇതേപോലെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. 2 കളർ പെയിൻ്റാണ് അടിച്ചേക്കുന്നത്, ബ്ലാക്കും സിൽവറും. നിങ്ങൾക്ക് പെയിൻ്റ് അടിച്ചും ഉണ്ടാക്കാൻ പറ്റും, അല്ലാതെയും ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമേ ഇതുപോലെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ക്രാഫ്റ്റിന് കുറച്ചും കൂടെ കട്ടി കിട്ടും, ഉണ്ടാക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇതേപോലത്തെ 4 ട്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ 4 ട്യൂബും കൂടെ വെച്ച് കൊടുക്കണം. അതിനു മുമ്പായി നമുക്ക് ഇതേപോലെ ഒന്ന് പശയും കൂടെ തേച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് ആ ട്യൂബ് വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലത്തെ ഒരു വെയിറ്റും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രം ഇതേപോലെ വെയിറ്റ് എടുത്താൽ മതി. ഇനി ഒരു സിൽവറും ഒരു ബ്ലാക്ക് കളർ ട്യൂബും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് നമുക്കൊന്ന് യോജിപ്പിക്കണം. ഇത്ര മാത്രമേ കട്ട് ചെയ്ത് കളയാവുള്ളൂ, കുറച്ച് തുമ്പ് ഭാഗം മാത്രം. ഇതേപോലെ മടക്കി ഒരു മുനയാക്കി എടുക്കണം ആദ്യം, എന്നിട്ട് വേണം ജോയിൻറ്റ് ചെയ്യാൻ. ഇതേപോലെ ഒരു മുനയാക്കണം. ഇനി നമുക്കതിലോട്ട് പശ തേച്ച് കൊടുക്കണം. ഇനി അത് നമുക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് ഇതേപോലെ നല്ല ടൈറ്റ് ചെയ്ത് വേണം തിരിച്ച് കയറ്റാൻ. ഇനി ആ ഭാഗം വെച്ച് നമുക്ക് ഒടിച്ചെടുക്കാം. ഇനി ഒരു സൈഡിലെ കാലേ കൂടി നമുക്ക് ഇതേപോലെ കയറ്റി വെക്കാം. ഇതിന് മുമ്പോട്ടുള്ള വീഡിയോയിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. താഴെ വരുന്ന പീസാണ് ആദ്യം മേലോട്ട് പൊക്കേണ്ടത്. ഇതേപോലെ മറ്റേ കളർ അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ ഇതേ രീതിയിൽ തന്നെയാണ് മുമ്പോട്ടും ചെയ്യുന്നത്. ഇതേപോലെ ഒരു 3 തവണ നമുക്ക് ചുറ്റിയെടുക്കണം. ചുറ്റുമ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ചുറ്റണം, ലൂസായി പോകരുത്. നല്ല ടൈറ്റിൽ തന്നെ ചുറ്റിയെടുക്കണം. ഇതേ 3 പ്രാവശ്യം എല്ലാം ചുറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും 3 തന്നെയാണെന്ന് നോക്കണം. ഇനി നമ്മൾ ചുറ്റാൻ ഉപയോഗിക്കുന്ന പീസ് തീർന്നു പോകുമ്പോഴും ഇതേപോലെ ജോയിൻ ചെയ്ത് പോകണം. കറുപ്പിനകത്തും സിൽവറിനകത്ത് സിൽവറും അങ്ങനെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇതേപോലെ തിരിച്ച് തന്നെ കയറ്റണം. തിരിച്ച് നല്ല ടൈറ്റ് ചെയ്യണം. ഇവിടെ മുതലുള്ളതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. 4 എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് 2 ആക്കുവാണ്. ഇങ്ങനെ ഇനി നമ്മൾ ചുറ്റാൻ ഉപയോഗിക്കുന്ന ആ ട്യൂബ് 2 കൂടെ ഇതേപോലെ ഒന്ന് പിരിച്ചിട്ട് വേണം ഒരു പീസ് അതിനകത്തോട്ട് കയറ്റാൻ. ഇതേപോലെ വീണ്ടും നമ്മൾ അതേപോലെ ഒന്ന് പിരിക്കണം. പിരിച്ചിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തു പോകാം. ഒരു പീസ് മേപ്പോട്ടും ഒരു പീസ് താപ്പോട്ടും, എന്നിട്ട് അതിനുള്ളിലേക്ക് ഇതേപോലെ കയറ്റി വെക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇതേപോലെ ആക്കണം. ഇങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടത്. ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വിരൽ വെച്ച് നല്ല ഒതുക്കി ചെയ്തു പോകണം. നമ്മൾ വീണ്ടും ഒരു 3 വട്ടം കൂടെ അതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും ചുറ്റിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഒരു ട്യൂബ് എടുത്ത് ഇതേപോലെ കട്ട് ചെയ്യുവാണ്. ഇതേപോലെ ഒരു 4 ട്യൂബ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ 2 ട്യൂബിൻ്റെ ആ ഗ്യാപ്പിലായിട്ട് നമുക്ക് ഒരു കമ്പി വെച്ച് ഇതേപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കണം, ഇച്ചിരി വലുതാക്കിയിട്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത ഒരു പീസിനകത്ത് പശ തേച്ചിട്ട്
അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കയറ്റി വെക്കണം. നല്ല ടൈറ്റ് ചെയ്ത് കയറ്റി വെക്കണം. ബാക്കിയുള്ള പീസുകളിലും ഇങ്ങനെ തന്നെ ചെയ്തു പോകാം. പശ തേച്ച് തന്നെ ഇതേപോലെ വെക്കണം. എല്ലാ പീസിലും നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ വെച്ച പീസും അതും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ചുറ്റിപ്പോവാം. ഇനിയൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ ഭാഗം എത്തുമ്പോൾ നമ്മൾ ആ വെച്ച് കൊടുത്ത പീസ് അത് മാത്രം മേപ്പോട്ട് പൊക്കണം. എല്ലാത്തിൻ്റെയും പീസുകളും ഇതേപോലെ നമ്മളിപ്പം ആ വെച്ച് കൊടുത്ത ആ പീസ് ആ 8 പീസുകളും മേപ്പോട്ട് പൊക്കിയിട്ട് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ. ഇനി നമുക്ക് ബാക്കിയുള്ള പീസുകളെല്ലാം ഇതേപോലെ ചുറ്റിപ്പോകാം. ഇനി ഓരോ പീസും ഇതേപോലെ ചുറ്റിപ്പോകണം. എല്ലാം സെപ്പറേറ്റ് ആക്കി ചുറ്റിപ്പോകണം. ഒരു പീസ് പോലും വിട്ടു പോകരുത്. ഏകദേശം നമ്മൾ ഇത്രയും ചുറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഏകദേശം ഒരു 4 വട്ടം ചുറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചുറ്റാൻ ഉപയോഗിക്കുന്ന ആ ട്യൂബ് കട്ട് ചെയ്യാം. എണ്ണം നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. 4 തീരുന്നിടത്താണ് ഞാൻ ഇതേപോലെ ചെയ്യുന്നത്. ഇതേപോലെ കുത്തി ഇറക്കി അതിനുള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒരു കമ്പി ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇനി ചുറ്റാൻ ഉപയോഗിച്ച ആ ഒരു പീസും കൂടെ നമുക്കിതേപോലെ ചെയ്തെടുക്കാം. അത് അടുത്ത ഒരെണ്ണത്തിനകത്തോട്ട് വരെ കൊണ്ട് എത്തിക്കാവുന്നതുകൊണ്ട് ഇതേപോലെ ആ ഭാഗത്ത് വേണം ഇറക്കി കൊടുക്കാൻ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയും ഇതേപോലൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതേപോലെ നല്ലതുപോലെ പശ തേച്ചിട്ട് വേണം ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാൻ. ഇനി വീണ്ടും നമുക്ക് അതേപോലത്തെ ട്യൂബ് എടുക്കാം. കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യാം. ഇതും ഒരു 4 ട്യൂബ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ട്യൂബിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാം. ഇതേപോലെ ഒരു കമ്പി ഉപയോഗിച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാം. ആ ഭാഗത്തോട്ട് ആ ട്യൂബ് കയറ്റി കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റാൻ ഉപയോഗിക്കുന്ന 2 ട്യൂബും കൂടെ എടുക്കാം. ഇനി ഞാൻ അങ്ങോട്ട് ചുറ്റാൻ പോകുന്നത് മൊത്തം ഈ കളർ ട്യൂബിലാണ്. സിൽവർ കളർ ട്യൂബ് വെച്ചാണ് ചുറ്റാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്ത അതേ ട്യൂബിൻ്റെ സൈഡിൽ തന്നെ വീണ്ടും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാം. അവിടെയും അതിൻ്റെ തൊട്ടടുത്തുള്ളിടത്തും ഓരോന്ന് വെച്ച് കൊടുക്കണം. ഇങ്ങനൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഈ സൈഡിലോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. പശ തേച്ച് വേണം കൊടുക്കേണ്ടത്. ഇനി അതിൻ്റെ തൊട്ടടുത്തും ഇതേ രീതിയിൽ തന്നെ ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ. ഈ 2 ട്യൂബാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതേപോലത്തെ ഒരു ചെറിയൊരു ബക്കറ്റും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതാ നടുക്ക് തന്നെ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്കൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കണം. ഇതേപോലത്തെ നമ്മൾ വെച്ച പാത്രത്തിൻ്റെ
അടിഭാഗത്തിൻ്റെ അതേ അളവിലാണ് ഞാനത് ചെയ്തെടുത്തേക്കുന്നത്. അതെപ്പോഴും നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇവിടെ മുതൽ ചുറ്റിപ്പോകാം. നേരത്തെ ചെയ്തിട്ട് കൂട്ട് തന്നെയാണ് ചുറ്റുന്നത്, വ്യത്യാസമൊന്നുമില്ല. ട്യൂബെല്ലാം സെപ്പറേറ്റ് ചെയ്ത് തന്നെ ചുറ്റിപ്പോകണം. എല്ലാ ട്യൂബിനകത്തും ഇതേപോലെ തന്നെ ചുറ്റിപ്പോകണം. ഒരു ട്യൂബും വിടരുത്. ഇതേപോലെ നല്ല അടുപ്പിച്ച് കൊടുത്ത് വേണം ചുറ്റിപ്പോകാൻ. ഇതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാം. ഇത്രത്തോളം നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചുറ്റുന്ന രീതി ഒന്ന് നോക്കിക്കോണം. ഈ ഒരെണ്ണം നമ്മൾ ആദ്യം ആ ഭാഗം വെച്ചൊന്ന് ചെറുതായിട്ട് ഓടിച്ചിട്ട് ഇതിനുള്ളിൽ കൂടെ കയറ്റിയിട്ട് അവിടെ വെച്ച് ഓടിക്കണം. കണ്ട് ഇതേപോലെ. എന്നിട്ട് വേണം അടുത്ത പീസ് ചുറ്റാൻ. ഈ പീസും അതേ രീതിയിൽ തന്നെ എടുത്ത് ഇതേപോലെ കയറ്റി വെച്ച ശേഷം ഓടിക്കണം. ഇങ്ങനൊരു ഒടി ഓടിക്കണം. ഇതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാം. ഇത് ഇത്രത്തോളം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഹൈറ്റ് വരെ നമ്മൾ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വലിപ്പം കൂട്ടാനോ കുറയ്ക്കാനോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ട് തന്നെ അവസാനം വരുന്ന ഭാഗത്തോട്ട് ആദ്യത്തെ ഒരു പീസ് വെച്ച് കൊടുക്കാം. ചുറ്റാൻ ഉപയോഗിക്കുന്നത് ഉള്ളിലോട്ട് വെക്കാനുള്ള അത്രയും നീളം വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതേപോലെ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതേപോലത്തെ ഒരു കമ്പി ഉപയോഗിച്ച് ഇതേപോലെ ഉള്ളിലേക്ക് തള്ളി കൊടുക്കാം. അടുത്ത പീസ് അടുത്ത സ്ഥലത്താണ് കൊടുക്കേണ്ടത്. രണ്ടും കൂടെ ഒരു സ്ഥലത്ത് കൊടുക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ട്യൂബിൻ്റെ ആ ഗ്യാപ്പിലോട്ട് വേണം വെച്ച് കൊടുക്കേണ്ടത്. ഇതേപോലെ നല്ലപോലെ പശ തേച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇതേപോലെ കുത്തി ഇറക്കി കൊടുക്കണം. ഇനി നമുക്ക് ആ കല്ലങ്ങ് മാറ്റാം. ഇനി ആ ബക്കറ്റ് അതിൽ നിന്നും ഊരിയെടുക്കാം. ഇത്രത്തോളം നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി ആ ലാസ്റ്റ് വരുന്ന ഭാഗം കൂടെ നമുക്കൊന്ന് ചെയ്യണം. ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് മേളി വന്ന പീസ് കേട്ടോ, തൊട്ടടുത്തുള്ള പീസിനകത്തോട്ട് ഇതേപോലെ കയറ്റി വെക്കണം. സെക്കൻഡ് പീസും അതേപോലെ കാണിച്ചു തരാം. ഇതേപോലെ വെച്ചിട്ട് രണ്ടാമത്തെ പീസിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വെളിയിലേക്ക് ഇറക്കണം. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും ചെയ്തു പോകാം. അവസാനത്തെ പീസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം. ആദ്യം ചെയ്ത ആ പീസിൻ്റെ അകത്തൂടെ കയറ്റി പുറത്തോട്ടാക്കണം. അകത്തൂടാണ് കേട്ടോ കയറ്റേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ പുറത്തോട്ടാക്കിയ ആ ഒരു പീസ്, ഇത്രയും നീളമുള്ള ആ ഒരു പീസ് ഈ ഭാഗത്ത് വെച്ച് നമുക്ക് ഒടിക്കണം. എന്നിട്ട് ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ഇതേപോലെ നല്ല പശ തേച്ച് കൊടുക്കണം. ആ ഗ്യാപ്പിൽ വേണം വെച്ച് കൊടുക്കേണ്ടത്. അവിടെ ഒരു ട്യൂബുണ്ട്, അതിൻ്റെ ഗ്യാപ്പിൽ വേണം വെച്ച് കൊടുക്കേണ്ടത്.
ഇതേപോലെ കുത്തി താഴോട്ടാക്കി കൊടുക്കാം. അടുത്ത പീസും നമുക്കങ്ങനെ തന്നെ ചെയ്യാം. ആ ഭാഗത്ത് വെച്ച് നമുക്ക് ഓടിക്കാം. ആ ട്യൂബിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്ത് വേണം ഇതേപോലെ കയറ്റി വെക്കാൻ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം. ഇതായി മോൾ ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടിഭാഗം കൂടെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഇപ്പം ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്, ഒരു വ്യത്യാസമില്ല. ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ഒന്നിൻ്റെ പുറത്തോട്ട് ഇറക്കണം. ഇതേപോലെ ഇതേ രീതിയിൽ തന്നെ അത് നമുക്ക് ചെയ്തെടുക്കാം. പശ തേച്ച് കൊടുത്തിട്ട് മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ, അല്ലാതെ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഊരിപ്പോകും. ഇത് മുഴുവനായിട്ട് നമ്മളിതിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കാം. ന്യൂസ് പേപ്പറും ഫെവിക്കോളും മാത്രം വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.